നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കടൽ മത്സ്യസദ്യ ഒരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. എംപിയും എംഎൽഎയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കാളികളായി കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് മത്സ്യസദ്യ ഒരുക്കിയത്. സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി എംഎൽഎ. CR മഹേഷ് MLA ആണ് ചെറിയഴീക്കൽ സ്വദേശി അനിമോനും കുടുംബത്തിനും തുണയായത്. ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് ആണ് വീട് ജപ്തി ചെയ്തത്. ഓച്ചിറയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വെൽനസ് സെന്ററും ഉദ്ഘാടനം ചെയ്തു. പാറ്റോലിത്തോട് ശുചീകരണം. തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെളിയും പായലും മണ്ണും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട തോടാണ് വൃത്തിയാക്കിയത്. വിശദമായ വാർത്തകളിലേക്ക്. കടൽ മത്സ്യസദ്യ ഒരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതി മത്സ്യസദ്യ ഒരുക്കിയത്. എംപിയും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ചെറിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നടത്തിയ മത്സ്യസദ്യയിൽ പങ്കാളികളായി. ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയ മത്സ്യസദ്യയിൽ പങ്കാളികളായാണ് KC വേണുഗോപാൽ MPയും CR മഹേഷ് MLAയും മീൻ കഴിക്കൂ നല്ലതാണ് എന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകിയത്. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിൽ ആലപ്പാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറിയഴീക്കൽ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ സദ്യ നടത്തിയത്. മരച്ചീനിക്കൊപ്പം മത്തി, ചൂടാ മത്സ്യങ്ങൾ കറിവെച്ചതും പൊള്ളിച്ചതും സദ്യയിൽ ഉൾപ്പെടുത്തി. ജനപ്രതിനിധികളും സാമുദായിക നേതാക്കളും മത്സ്യത്തൊഴിലാളികളും ഒരുമിച്ചിരുന്നാണ് മത്സ്യവിഭവങ്ങൾ കഴിച്ചത്. കപ്പലപകടത്തിന് പിന്നാലെ കടൽ മത്സ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന ഭീതി പരന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് കടൽ വിഭവങ്ങളുടെ ഗുണനിലവാരം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ MPയും MLAയും മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സദ്യ കഴിച്ചത്. കടൽ മത്സ്യങ്ങൾ കഴിക്കുന്നത് ജീവന് ആപത്താണെന്ന പ്രചാരണം അവാസ്തവമാണെന്നും ഇത് തള്ളിക്കളഞ്ഞ് മത്സ്യത്തൊഴിലാളികൾക്ക് പിന്തുണ നൽകാൻ പൊതുസമൂഹം മുന്നോട്ട് വരണമെന്നും MP പറഞ്ഞു. രണ്ട് കണ്ടെയ്നർ ഇവിടെയാണ് ചെറിയക്കലാണെന്ന് നമുക്ക് വിവരം കിട്ടുന്നുണ്ടായി. ഞാനാണെങ്കിൽ ഒരു പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിലുള്ള ഒരു പര്യടനവുമായി ബന്ധപ്പെട്ട് പുറത്തു പോയിരിക്കുകയായിരുന്നു. അപ്പോൾ വന്ന് തിരിച്ചു വന്നു. അപ്പോഴാണ് വ്യാപകമായ ആശങ്കകൾ. അന്ന് തന്നെ പ്രധാനമന്ത്രിയോട് ഞാൻ കത്തെഴുതി കേന്ദ്ര ഫിഷറീസ് മന്ത്രിയോട് പറഞ്ഞു, CMFRI പോലെയുള്ള മറൈൻ ഫിഷറീസുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധന മേഖലയിലെ ശാസ്ത്രീയമായ പഠനം നടത്തുന്ന കേന്ദ്ര ഏജൻസികൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടപെടണം എന്നാവശ്യപ്പെട്ടു. കേരളത്തിലെ മുഖ്യമന്ത്രിയോടും ഗവൺമെന്റിനോടും പറഞ്ഞു, ഈ കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്ന കാര്യങ്ങൾക്ക് ദൂരീകരിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റുകൾക്കുള്ളതാണ് അത്യന്തികം. ഇപ്പോൾ അപകടം സംഭവിച്ചു. ആ സംഭവിച്ച ശേഷം ഒരുപാട് കണ്ടെയ്നറുകൾ ഒഴുകി വന്നു. പക്ഷേ നാട്ടിൽ പരക്കുന്ന കഥകൾ വളരെ ഇനി മത്സ്യം കഴിക്കാനേ പറ്റില്ല, മത്സ്യം കഴിച്ചാൽ ചത്തുപോകും, മത്സ്യം കഴിച്ചാൽ ഇല്ലാതായിപ്പോകും. ഇനി മത്സ്യം കഴിക്കാൻ അത് ആകെയുള്ള ഒരു വരുമാനമാർഗം മത്സ്യത്തൊഴിലാളിക്ക് ഈ മത്സ്യബന്ധനം മാത്രമാണ്. അത് നമ്മൾ കണ്ടതാണ്. ഇടക്കാലത്ത് ഈ കഴിഞ്ഞ കാലഘട്ടത്തും ഒരു പ്രചരണം ഉണ്ടായതുപോലെ അന്ന് ഈ സമൂഹം അനുഭവിച്ച ദുരിതം എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു. അപ്പോൾ ഇത് ദൂരീകരിക്കുന്ന ഉത്തരവാദിത്വം സർക്കാരിനുള്ളതാണ്. സർക്കാർ അടിയന്തരമായിട്ട് അതുകൊണ്ട് എന്തായാലും ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇതിനകത്ത് ഒരു കാരണവശാലും ഇല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ ദൂരീകരിച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ ഉത്തരവാദിത്വം അവർക്കുള്ളതാണ്. UDF ജില്ലാ ചെയർമാൻ KC രാജൻ, തൊടിയൂർ രാമചന്ദ്രൻ, U ഉല്ലാസ്, B പ്രിയകുമാർ, M അൻസാർ, M വത്സലൻ, R രാജപ്രിയൻ, ഷിബു പഴനിക്കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടായാലും കാറ്റടിച്ചാലും കടൽ കയറിയാലും ഇപ്പോൾ കണ്ടെയ്നർ വന്നാലും ഏത് പ്രശ്നമുണ്ടെങ്കിലും അത് ബാധിക്കുന്നത് മത്സ്യത്തൊഴിലാളികളെയാണ്. ആ മത്സ്യമേഖലയിൽ പറഞ്ഞു പരത്തുന്ന മത്സ്യത്തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന ആ ജൽപ്പനങ്ങൾക്ക്, ആശങ്കകൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ലെന്ന് വരുത്തുവാൻ വേണ്ടിയിട്ടാണ് മത്സ്യത്തൊഴിലാളികളോടൊപ്പം, സഹോദരന്മാരോടൊപ്പം, കരയോം ഭാരവാഹികളോടൊപ്പം, ജനപ്രതിനിധികളോടൊപ്പം ഇങ്ങനെ കുറച്ച് ഭക്ഷണം കഴിച്ച് ഒരു ഐക്യദാർഢ്യം. ആ ആശങ്കയ്ക്കൊരു കാര്യവുമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. പുതുതായി നിർമ്മിക്കുന്ന കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് ശിലയിട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. ദേശീയപാത നിർമ്മാണത്തിനായി പഴയ കോൺഗ്രസ് മന്ദിരം പൊളിച്ചു നീക്കേണ്ടി വന്നതിനെ തുടർന്നാണ് പുതിയ മന്ദിരം നിർമ്മിക്കുന്നത്. കരുനാഗപ്പള്ളി കോൺഗ്രസ് ഭവന് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിന് ശിലയിട്ടു.
KC വേണുഗോപാൽ MP ശിലാസ്ഥാപനം നിർവഹിച്ചു. കോൺഫറൻസ് ഹാൾ ഉൾപ്പെടെ 2 നിലയായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. പഴയ ഓഫീസ് കെട്ടിടത്തിന്റെ മുൻഭാഗത്തെ സ്ഥലം ദേശീയപാത വികസനത്തിനായി ഏറ്റെടുത്തിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഴയ ഓഫീസ് പൊളിച്ചുമാറ്റിയ ശേഷമാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. CR മഹേഷ് MLA, UDF ജില്ലാ ചെയർമാൻ KC രാജൻ, DCC പ്രസിഡന്റ് P രാജേന്ദ്രപ്രസാദ്, ബിന്ദു കൃഷ്ണ, R രാജശേഖരൻ, KG രവി, KA ജവാദ്, M അൻസാർ, തൊടിയൂർ രാമചന്ദ്രൻ, LK ശ്രീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി MLA. CR മഹേഷ് MLA ആണ് കൊല്ലം ചെറിയഴിക്കൽ സ്വദേശി അനിമോനും കുടുംബത്തിനും തുണയായത്. അനിമോന്റെ വീടാണ് ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് ജപ്തി ചെയ്തത്. വീട്ടുകാരില്ലാത്ത സമയത്ത് നടത്തിയ ജപ്തി നടപടിയിൽ സ്ഥിരം കഴിക്കേണ്ട മരുന്നുകളും വസ്ത്രങ്ങളും കുട്ടികളുടെ സർട്ടിഫിക്കറ്റുകളും കുഞ്ഞിനുള്ള പാൽക്കുപ്പിയും ഉൾപ്പെടെ വീട്ടിനുള്ളിലാവുകയായിരുന്നു. കുടുംബം പെരുവഴിയിലായതോടെയാണ് MLAയുടെ ഇടപെടൽ. വിവരമറിഞ്ഞെത്തിയ MLA ബാങ്ക് സീൽ വെച്ച വീടിന്റെ പൂട്ട് ഉളിയും ചുറ്റികയും വെച്ച് കുത്തി തുറന്ന് ഉടമസ്ഥനും കുടുംബത്തിനും വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകുകയായിരുന്നു. വസ്ത്രവും സർട്ടിഫിക്കറ്റും. വീട്ടുകാരോട് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ബാങ്ക് വീട് ജപ്തി ചെയ്തതെന്നും രോഗിയായ വീട്ടമ്മയുടെ മരുന്നും റേഷൻ കാർഡും ആധാറും അടക്കമുള്ള രേഖകളും കുഞ്ഞുങ്ങളുടെ പാഠപുസ്തകങ്ങളും സ്ത്രീകളുടെ അടിവസ്ത്രങ്ങളും അടക്കം പൂട്ടിയ വീട്ടിനുള്ളിലായിരുന്നുവെന്നും CR മഹേഷ് MLA കുറ്റപ്പെടുത്തി. ഇവരുടെ തുറന്ന് നാട്ടുകാരെ സാക്ഷ്യപ്പെടുത്തി കൂട്ട് തുറന്ന് അവരുടെ തുണിയും സർട്ടിഫിക്കറ്റും പിന്നെ ചേച്ചിയുടെ മരുന്ന് കണ്ണിലൊഴിക്കുന്ന മരുന്നിന്റെ സർട്ടിഫിക്കറ്റുകൾ ഇതെല്ലാം എടുത്ത് അതുപോലെ ലോക്ക് ചെയ്ത് നാട്ടുകാരെല്ലാം ബോധ്യപ്പെടുത്തി താക്കോലും ഇപ്പോൾ അവരുടെ കൊടുക്കും. ഇനി അവരാരാന്ന് വെച്ചാൽ ബാങ്കുകാരെ ഏൽപ്പിച്ചോണം. ഇപ്പൊ തൽക്കാലത്തേക്ക് ഒരു 5000 രൂപ വാടകയ്ക്ക് അപ്പുറത്തോട്ടൊരു വീട്ടിലോട്ട് അവരെ താമസം മാറ്റി. ബാക്കി കാര്യങ്ങൾ ബാങ്കും കോടതിയും കേസും ഒക്കെ അതിന്റെ വഴിക്ക്. കുടുംബം പട്ടിണിയിലാണ്. ലോണടവ് മുടങ്ങിക്കാണും. പക്ഷേ നടപടി സ്വീകരിക്കുമ്പോൾ വീട്ടുകാരെ അറിയിക്കണം. അത് സാമാന്യ മര്യാദയാണ്. അവർക്ക് മറ്റൊരു താമസ സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട്. കോടതിയുടെയോ ബാങ്കിന്റെയോ അധികാരത്തെ ചോദ്യം ചെയ്യുകയല്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതാണ് ഒരു വീട്ടുകാരെയും കുടിയൊഴിപ്പിക്കരുതെന്ന്. ഇതൊരു സ്വകാര്യ ബാങ്കാണ്. കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കുന്ന ബാങ്കാണ്. നാട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്. അവരോടൊന്ന് സംസാരിച്ച് ഇവരെ സുരക്ഷിതമായി മറ്റൊരു വീട്ടിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനുള്ള മര്യാദ ബാങ്ക് കാണിച്ചില്ല. അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നടപടിയാണ് ബാങ്ക് സ്വീകരിച്ചതെന്നും CR മഹേഷ് MLA പറഞ്ഞു. ഇതിപ്പോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ എന്ത് ചെയ്താണ്? നിങ്ങൾ ആത്മഹത്യ ചെയ്തേ. ഇവരുടെ മെസ്സേജ് കണ്ടുകൊണ്ടാണ് ഞാൻ വന്ന് ഇടപെട്ടത്. ഇപ്പം 5 പേരും കൂടെ മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് അനുശോചനം പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. സർവീസിൽ നിന്ന് വിരമിച്ച ദിവസം വീട്ടിലേക്ക് പോകാതെ ബോധവൽക്കരണ യാത്രയുമായി സമൂഹത്തിലേക്ക് ഇറങ്ങി മാതൃകയാവുകയാണ് കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ ഷാജഹാൻ. 1 മാസത്തെ സൈക്കിൾ യാത്ര മന്ത്രി J ചിഞ്ചുറാണി ഫ്ലാഗ് ഓഫ് ചെയ്തു. ഷാജഹാനൊപ്പം സൈക്കിൾ ചവിട്ടി മന്ത്രിയും ജനപ്രതിനിധികളും ഇതിന്റെ ഭാഗമായി. സമൂഹത്തിന്റെ എല്ലാ മേഖലയിലേക്കും ലഹരി എന്ന വിപത്ത് വ്യാപിച്ചതാണ് ബോധവൽക്കരണ യാത്രയ്ക്ക് ഷാജഹാനെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് വിരമിക്കൽ ദിവസം തന്നെ കാത്തിരിക്കുന്ന വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കുമൊപ്പം കൂടാതെ ഷാജഹാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലുമായി 1 മാസം കൊണ്ട് 2025 കിലോമീറ്ററാണ് ഷാജഹാൻ സഞ്ചരിക്കുന്നത്. റൈഡ് വിത്ത് ഷാജഹാൻ എന്ന വാട്സപ്പ് കൂട്ടായ്മയുടെയും പോലീസ് അസോസിയേഷന്റെ പിന്തുണയോടെയുമാണ് ഷാജഹാന്റെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ യാത്ര. ഇന്ന് ഈ സ്റ്റേഷനിൽ നിന്ന് ഞാൻ റിട്ടയർ ചെയ്യുകയാണ്. റിട്ടയർ ചെയ്ത് നേരെ ഈ ഹെൽമറ്റ് ഈ ലഹരി വിരുദ്ധ യാത്രയായിട്ട് പോവുകയാണ്. അതിൽ കേരളത്തിൻ്റെ 14 ജില്ല കവർ ചെയ്തുള്ള യാത്രയാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾക്കറിയാം, നമ്മുടെ സമൂഹത്തെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാവിപത്താണ് ലഹരി. ലഹരിക്കെതിരെ ശക്തമായ രീതിയിൽ പോരാടണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഈ റിട്ടയർ ചെയ്യുന്ന ദിവസം തന്നെ ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. 26 ദിവസത്തെ യാത്രയാണ്.
26ാമത്തെ ദിവസം കഴിഞ്ഞ് ഞാൻ ഇനി സ്റ്റേഷനിലോട്ട് തിരിച്ചു വരുന്നുള്ളൂ. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പോകും. സപ്പോർട്ട് പോലീസിൻ്റെയും പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിൽ കൂടിയാണ് ചെയ്യുന്നത്. എല്ലാ ജനങ്ങളും, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള എല്ലാ ജനങ്ങളും ഉണ്ട്. ഒരു റൈഡ് വിത്ത് ഷാജഹാൻ എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. റൈഡ് വിത്ത് എന്നുള്ള ഗ്രൂപ്പിൽ കൂടിയാണ് ഇതിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യാത്രയ്ക്ക് മുന്നോടിയായി കൊല്ലം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥരായ ഷാജഹാനും ജയലാലിനും യാത്രയയപ്പ് നൽകി. മന്ത്രി ജെ ചിഞ്ചുറാണി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. എന്തായാലും പോയി തീരാൻ പറ്റില്ല. ഒരു 3-4 ദിവസമൊക്കെ എടുക്കേണ്ടി വരും. ഒരു മാസം ഐസിരുത്തി നന്നായി 1 മാസം വീട്ടുകാർ തിരക്കി പുറത്ത് വന്നോളും, കുഴപ്പമില്ല. അവർക്ക് ഇടയ്ക്ക് ഏത് ജംഗ്ഷനിലെത്തി ഇവിടെ എത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് ആ സ്ഥലത്തെല്ലാം പോയി കാണുവാൻ പറ്റും. എല്ലാ പോലീസ് സ്റ്റേഷന്റെ പോലീസുകാർക്കും ഇതൊക്കെ കാണുവാനും ചിലപ്പോൾ ഒരുപക്ഷെ അതിനൊരു സ്വീകരണം കൊടുക്കുവാനും ഒക്കെ അവരുണ്ട്. ഇതൊരു വലിയ മാറ്റമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇത് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടതാണ്. ഇത്തരത്തിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിന് അദ്ദേഹത്തിന്റെ സർവീസിന്റെ ഏറ്റവും അവസാന ദിവസം അതിനുവേണ്ടി തിരിക്കുവാൻ മുന്നോട്ട് വന്ന പ്രിയങ്കരനായ ഷാജഹാനെ ഞാൻ ഈ അവസരത്തിൽ യാത്രയപ്പിന് ശേഷം ആരംഭിച്ച ഷാജഹാന്റെ സൈക്കിൾ യാത്ര മന്ത്രി ജെ ചിഞ്ചുറാണി ഫ്ളാഗ് ഓഫ് ചെയ്തു. മന്ത്രി ജെ ചിഞ്ചുറാണി, NK പ്രേമചന്ദ്രൻ MP, M നൌഷാദ് MLA, കമ്മീഷണർ കിരൺ നാരായൺ IPS, സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമാർ എന്നിവരും സൈക്കിൾ ചവിട്ടി ഷാജഹാന്റെ യാത്രയ്ക്ക് പിന്തുണ നൽകി. വെസ്റ്റ് പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്നും 2 കിലോമീറ്ററുള്ള നഗരത്തിലൂടെ സൈക്കിളിലെത്തി ഷാജഹാന് ഹസ്തദാനം നൽകിയ ശേഷമാണ് കമ്മീഷണർ കിരൺ നാരായൺ IPS മടങ്ങിയത്. 1 മാസത്തെ ബോധവൽക്കരണ യാത്രയ്ക്ക് തിരികെ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷമാണ് ഷാജഹാൻ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുക. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കെ ചെല്ലപ്പൻ സ്മാരക ഓച്ചിറ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. CR മഹേഷ് MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. 56 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിച്ചത്. വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനവും നടത്തി. കെ ചെല്ലപ്പൻ സ്മാരക ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടമാണ് ഓച്ചിറയിൽ ഉദ്ഘാടനം ചെയ്തത്. MLA പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചായിരുന്നു നിർമ്മാണം. 56 ലക്ഷം രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത്. കെട്ടിടത്തിന്റെ ഉദ്ഘാടനം KC വേണുഗോപാൽ MP നിർവഹിച്ചു. കോവിഡിന് ശേഷം നമ്മുടെ ശരീരത്തിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഡോക്ടർമാർക്ക് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുകൾക്ക് ഹൃദയസ്തംഭനം വന്നുകൊണ്ടിരിക്കുന്നു. കൊച്ചുകുട്ടികളടക്കം അതിൻ്റെ ഭാഗമായി മാറ്റപ്പെടുന്നു. വലിയ ആളുകൾക്കും അതുപോലെ ഒരുപാട് പ്രയാസമുണ്ടാകുന്നു. അപ്പോൾ ഇങ്ങനെ രോഗത്തിനെ നിർണ്ണയിക്കാൻ പോലും എന്താണ് കാരണങ്ങളെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്തവണ്ണമുള്ള സങ്കീർണതകൾ ഇന്ന് ആരോഗ്യ മേഖലയിലുണ്ട്. അടുത്ത ദിവസങ്ങളായി വന്നുകൊണ്ടിരിക്കുന്ന കോവിഡ് വീണ്ടും രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എണ്ണം 1000-ൽ കവിഞ്ഞു കേരളത്തിൽ നിന്നതാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും രോഗങ്ങളുടെ ആക്രമണത്തെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് നിലകൊള്ളുന്നത്. അപ്പോൾ രോഗം വരാതിരിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത്, രോഗം വരുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നൽകുക, അത് ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ രോഗപ്രതിരോധ രംഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ജീവിതശൈലിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മരുന്ന് ഉപയോഗത്തിലും ഒക്കെ. ഗ്രാമപഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിച്ച വെൽനസ് സെന്റർ ഉദ്ഘാടനം CR മഹേഷ് MLA നിർവഹിച്ചു. ഒരു സാധാരണക്കാരനായ നാട്ടിൻപുറത്തുകാരനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. നല്ല പൊതുപ്രവർത്തകനായിരുന്നു. നല്ല ഭരണാധികാരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പണ്ടുകാലത്ത് ഈ ആയുർവേദ ആശുപത്രികളെ അറിയപ്പെട്ടിരുന്നത് കഷായ ആശുപത്രികൾ എന്നാണ്. ഇവിടെ വരുന്ന അപ്പോൾ അവർക്ക് ഇവിടെ വരുമ്പോൾ കഷായം ലഭിക്കണം, മരുന്നുകൾ കിട്ടണം, മുക്കൂട്ട്, എണ്ണ, കുഴമ്പ്, ഇങ്ങനെയുള്ള ചികിത്സകൾക്കാണ് വരുന്നത്. അപ്പോൾ അന്ന് അദ്ദേഹം ദീർഘവീക്ഷണത്തോടെ ആരംഭിച്ചു. ഇപ്പോൾ കാലം ഒരുപാട് മാറി, ജനസംഖ്യ കൂടി, വരുന്ന ആളുകൾ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് N കൃഷ്ണകുമാർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളേഷൻ മുഖൻ, ലത്തീഫ ബീബി, ശ്രീലത പ്രകാശ്, മിനി പൊന്നൻ, ഇന്ദുലേഖ രാജേഷ്, ഗീത രാജു, സന്തോഷ് ആനീത്ത്, ഫാദർ ഫിലിപ്പ് ജോർജ്, സിറാജുദ്ദീൻ, ശ്രീരാജ്, രാജൻ, ഡോക്ടർ രശ്മി രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.
പാറ്റോലിത്തോട് ശുചീകരിച്ചതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെളിയും പായലും മണ്ണും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട തോട് വൃത്തിയാക്കിയതോടെയാണ് വെള്ളപ്പൊക്കക്കെടുതിക്ക് പരിഹാരമായത്. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിൽ തോട് പൂർണ്ണമായും ശുചീകരിച്ചു. തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് 22-ാം വാർഡിലാണ് പാറ്റോലിത്തോട് ശുചീകരിച്ചത്. ഇതോടെ തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. കാലിത്തീറ്റ ഫാക്ടറി മുതൽ പടിഞ്ഞാറ് പാറ്റോലിത്തോട് മണ്ണും ചെളിയും പായലും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു. ഇതോടെ സമീപത്തെ വീടുകളിൽ വെള്ളം കയറുന്നതും പതിവായി. ഇതിനൊരു പരിഹാരമായാണ് 22-ാം വാർഡംഗം ബഷീർ എവർമാക്സ് മുൻകൈയെടുത്ത് JCB ഉപയോഗിച്ച് തോട് വൃത്തിയാക്കിയത്. തോട് അവസാനിക്കുന്ന നഗരസഭാ പരിധിയിലെ പാറ്റോലിത്തോട്ടിലെ സംഗമ സ്ഥലത്ത് മാലിന്യം കുമിഞ്ഞുകൂടിയതും നീരൊഴുക്ക് തടസ്സപ്പെടാൻ കാരണമായിരുന്നു. പായലും മാലിന്യവും നീക്കം ചെയ്യാൻ സത്വര നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ബഷീർ എവർമാക്സ് ആവശ്യപ്പെട്ടു. നമ്മുടെ തൊടിയൂർ പഞ്ചായത്തിന്റെ 7 വാർഡുകളുടെ വെള്ളം വന്ന് അവസാനിക്കുന്ന ഭാഗമാണ് 22-ാം വാർഡ്. ആ 22-ാം വാർഡ് തോട്ടുവര കിഴക്കേശുള്ള പ്രദേശം മൊത്തം വെള്ളത്തിൽ മുങ്ങുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കാലിത്തീറ്റ ഫാക്ടറിയുടെ മുമ്പിൽ നിന്നും ഇറ്റാച്ചി വാടകയ്ക്കെടുത്ത് അവിടെ തോട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് 2-3 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്ന വലിയ ഒരു വേദനയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വൃത്തിയാക്കൽ ചടങ്ങ് നടക്കുന്നത്. അതുപോലെ തന്നെ പാറ്റോലിത്തോടിൻ്റെ PS കനാലിൽ നിൽക്കുന്ന പാറ്റോലിത്തോടിൻ്റെ കുളഭാഗം നിറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് അവിടെയും വൃത്തിയാക്കാനുണ്ട്. അത് മുനിസിപ്പാലിറ്റി നേരിട്ടാണ് വൃത്തിയാക്കേണ്ടത്. അതും കൂടെ വൃത്തിയാകുന്നതോടെ വെള്ളത്തിൻ്റെ ഒഴുക്ക് നമുക്ക് നല്ലതുപോലെ ഒഴുകും. അത് ആ വെള്ളക്കെട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. അണ്ടർ 15 ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭരണിക്കാവിന്റെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ് നടത്തിയത്. 33 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. അണ്ടർ 15 ഫൈസ് ഫുട്ബോൾ ടൂർണമെന്റിന് തുടക്കമായി. 33 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 2 ദിവസമായി നടന്ന മത്സരം സംഘടിപ്പിച്ചത് ഭരണിക്കാവ് യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ്. 5 അടി പൊക്കമുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് 1ാം സമ്മാനം. 4 അടി പൊക്കമുള്ള ട്രോഫിയും ക്യാഷ് അവാർഡുമാണ് 2ാം സമ്മാനം. അദ്വൈത് കൃഷ്ണ, കൈലാസനാഥ്, ഋഷാനന്ദ്, കാശിനാഥൻ, പ്രതീഷ്, പ്രഭാസ്, അഭിജിത്ത്, വിഘ്നേഷ്, മഹേശ്വർ എന്നിവരാണ് ടൂർണമെന്റിന് നേതൃത്വം നൽകുന്നത്. നേരത്തെയും ഇതുപോലെ തന്നെ ഒരു ഗംഭീരമായ ടൂർണമെന്റ് ഞങ്ങൾ കുഞ്ഞുങ്ങൾ ചേർന്ന് നടത്തുകയുണ്ടായി. അതിൻ്റെ വിജയത്തിനൊന്നാണ് ഇപ്പോൾ വീണ്ടും ഒരു ടൂർണമെന്റ് സംഘടിപ്പിച്ചിരിക്കുക. അതിശയമായി തോന്നുന്നത് ഈ പെരുമഴയത്ത് പോലും കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കാനെത്തിയ ഏറെ പ്രിയരായിട്ടുള്ള കളിക്കാരെയും പിന്നെ അനുജന്മാരെ ഏറെ സ്നേഹത്തോടുകൂടി പുനലൂരിൻ്റെ പേരിൽ പുനലൂർ നഗരസഭയുടെ പേരിൽ ഞങ്ങൾ ഓരോരുത്തരും ഈ കളിയിലേക്ക് സ്വാഗതം ചെയ്യുക. കായിക പ്രേമികൾ ഇവിടെ ഈ കായിക മാമാങ്കം കാണാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഈ യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ വിവിധ പ്രവർത്തനങ്ങളോടൊപ്പം ഇതും നടത്തപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും സമൂഹത്തിന് ഇത് നമുക്കറിയാം മാരകമായ സിന്തറ്റിക് ഡ്രഗ്സുകളുടെ കാലഘട്ടമാണ്. അതിൽ നിന്നും വിഭിന്നമായി ജീവിക്കണമെങ്കിൽ അതിൽ നിന്ന് വേറിട്ട് ജീവിക്കുന്നത് കായികമായും അതുപോലെ കലാപരമായും ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ആ പ്രവർത്തനങ്ങൾ വിജയകരമായി നടത്തുന്നതിനൊപ്പം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനം മറ്റു വഴികളിലേക്ക് പോകാതെ ഇതുമായി ബന്ധപ്പെട്ട് കായികമായി ബന്ധപ്പെട്ട് കായിക മേഖലയിൽ കൊല്ലത്തിൻ്റെയും പുനലൂരിൻ്റെയും ഒക്കെ പേര് ഉന്നതിയിലെത്തിക്കുന്നതിന് വേണ്ടി ഭാവിയിൽ നിങ്ങളുടെ പ്രവർത്തനം ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ K. പുഷ്പലത സമ്മാനദാനം നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. യാത്രയയപ്പ് നൽകി. പുനലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഉണ്ണികൃഷ്ണൻ നായർക്കും പുനലൂർ ഭരണിക്കാവ് ശ്രീഭദ്ര ദേവീ ക്ഷേത്രത്തിലെ ഉമാദേവി എന്ന ആനയുടെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്ന തുളസീധരൻ നായർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്. ഞങ്ങൾ ഈ ക്ഷേത്രോപദേശത്തെ സംബന്ധിച്ച് വേണ്ടുന്ന എല്ലാവിധമായ കാര്യങ്ങൾക്കും ഒരു സപ്പോർട്ടോടുകൂടി സഹകരിച്ചിട്ടുള്ളൊരു വ്യക്തിത്വമാണ് നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാർ. അദ്ദേഹത്തിനെ അല്ലാതെ തന്നെ നമുക്ക് പേഴ്സണലി അറിയാവുന്നതാണ്. നമ്മുടെ നായർ സൊസൈറ്റിയുടെ പ്രസിഡന്റാണ് അദ്ദേഹം. സജീവ രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് നിറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ പോലും ഔദ്യോഗിക രീതിയിൽ ഏത് കാര്യം എന്ന് പറഞ്ഞാലും അതിന് ഉടനടി പരിഹാരം ഉണ്ടാക്കി നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തിട്ടുള്ള അദ്ദേഹത്തിന് ഇന്ന് വിരമിക്കുമ്പോൾ ഞങ്ങളുടെ ഭരണിക്കാവ് സബ് ഗ്രൂപ്പ് നൽകുന്ന ഈ യാത്രയയപ്പിൽ പങ്കെടുക്കാൻ സാധിച്ചത് തന്നെ വളരെ ഒരു സന്തോഷമാണ്. പുനലൂർ ഭരണിക്കാവ് ശ്രീ ഭദ്രാദേവി ക്ഷേത്രത്തിൽ വർഷങ്ങളായി ഉമാദേവി എന്ന ആനയുടെ സേവനമനുഷ്ഠിച്ചിരുന്ന തുളസീധരൻ നായർക്കും പുനലൂർ ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറായിരുന്ന ഉണ്ണികൃഷ്ണൻ നായർക്കുമാണ് യാത്രയയപ്പ് നൽകിയത്.
ക്ഷേത്രത്തിലാണ് യാത്രയയപ്പ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ക്ഷേത്ര ജീവനക്കാർക്ക് വേണ്ടി സബ് ഗ്രൂപ്പ് ഓഫീസർ വേണുഗോപാൽ ഉപഹാരം നൽകി. ക്ഷേത്ര ജീവനക്കാരായ മേൽശാന്തി സുബ്രഹ്മണ്യൻ, രാജേഷ്, ബിജു, ഗീത, ശ്രീദേവി, ലതീഷ്, യുവ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഭാരവാഹികളായ കൈലാസ്നാഥ്, പ്രത്യൂഷ് പ്രഭാസ്, ശങ്കരി എസ് നായർ, ആദിലക്ഷ്മി, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ബി ശ്രീമോൻ, സെക്രട്ടറി ആർ രാജീവ് കുമാർ, ശ്രീകുമാർ, ദിനേഷ് കുമാർ, രതീഷ് കുമാർ, ഭരണിക്കാവ് വാർഡ് വൈസ് ചെയർമാൻ വാർഡംഗം രഞ്ജിത്ത് രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. കുടുംബം ഏതാണ്ട് 32 വർഷക്കാലത്തോളം ഉമ്മയെ പരിപാലിക്കുകയുണ്ടായി. അദ്ദേഹം അടക്കം ഇന്ന് വിരമിക്കുകയാണ്. വളരെ സന്തോഷം. അന്ന് എൻ്റെ ജീവിതത്തിൽ നമ്മൾ നേടുകയാണ്. അതോടൊപ്പം ഇങ്ങനെ നമ്മുടെ AC, നമ്മുടെ ഓഫീസർ അടക്കമുള്ളവരെ എത്തിയവരെ ഏറ്റവും ബുദ്ധിമുട്ടും സന്തോഷവും ഉള്ളൊരു ദിവസം. വിരമിച്ചു പോവുക എന്ന് പറയുന്നത് ഒരു വലിയ സങ്കടമാണ്. അതോടൊപ്പം എന്നാൽ അവനവൻ്റെ കാര്യങ്ങളിലേക്ക് ഒതുങ്ങിക്കൂടുന്നതിന് ഒരു വലിയ ഒരവസരം കൂടിയാണത്. നമ്മളൊരു 56 വയസ്സാകുമ്പോൾ റിട്ടയർമെൻറ്റ് ചെയ്തു പോകുന്നു. അതോടൊപ്പം നമ്മുടെ ഭാവി ജീവിതത്തിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടി, അതായത് ഔദ്യോഗിക ജീവിതങ്ങളെ മാറ്റിവെച്ച് സ്വന്തം കാര്യങ്ങൾ നോക്കുന്നതിനുള്ള ഒരു തലങ്ങളിലേക്ക് പോകേണ്ട സമയമാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. PHN ഷൈന PR, സീനിയർ ക്ലർക്ക് നിർമ്മല, എക്സ്റേ അസിസ്റ്റന്റ് റിച്ചാർഡ് സന്തോഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്കാണ് യാത്രയയപ്പ് നൽകിയത്. PHN ഷൈന PR, സീനിയർ ക്ലർക്ക് നിർമ്മല, എക്സ്റേ അസിസ്റ്റന്റ് റിച്ചാർഡ് സന്തോഷ് എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പുതിയ സ്ഥാപനത്തിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ സ്മിത, ഡോക്ടർ ബിപിൻ വിജയൻ എന്നിവർക്കും യാത്രയയപ്പ് നൽകി. ആശുപത്രി സൂപ്രണ്ട് KR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ഉപഹാരങ്ങളും ചടങ്ങിൽ കൈമാറി. 28 വർഷം സർവീസ് ഉണ്ട്. പണ്ട് ഞാനൊക്കെ ജനിച്ചു വളർന്ന നാട്ടിലൊക്കെ സർവീസ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓരോ മൂട് വഴി സിസ്റ്ററിന് അറിയാം. കാര്യം നമ്മളൊരു പ്രാവശ്യം അവിടെ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിസ്റ്ററിന് അവിടുത്തെ എല്ലാ വഴികളും അറിയാം. അപ്പോൾ അങ്ങനെ 3 പേര് ശരിക്കും അവർ ഏറ്റവും എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന സമയങ്ങളിൽ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 56 വയസ്സെന്ന് പറയുന്നത് യൗവനം തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഒരു മരുന്ന് കണ്ടുപിടിച്ചു നമ്മുടെ ആയുർദൈർഘ്യം 30%. അപ്പം അതും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആയുർദൈർഘ്യം ഇത്ര ഇപ്പം തന്നെ 76 അല്ലേ, 76 വയസ്സൊക്കെയാണ്, 74-76 വയസ്സൊക്കെയാണ്. ഞാൻ ഭാഗ്യവതിയാണ്. കാരണം എന്താണോ, പിള്ളേർക്ക് എനിക്ക് മോളെയും അല്ലെ ബന്ധുക്കളെയും എനിക്ക് ഒന്നിൽ കാണിക്കാൻ പറ്റില്ല, അറിയില്ലല്ലോ. പിന്നെ ഉള്ളത് ഒരു പ്രശ്നമല്ല. ആക്ച്വലി ഇറ്റ് വാസ് വെരി ഹെൽപ്ഫുൾ. എന്ന് വെച്ചാൽ നമ്മൾ ആ കാർ ഇടുന്ന സ്ഥലത്ത് എനിക്ക് എപ്പോഴും സ്കൂട്ടർ ഇതൊക്കെയാണ്. അപ്പം ആരും ചിലപ്പോൾ കാണത്തില്ലേ ഡിറക്ഷൻസ് പറഞ്ഞു തരാൻ. നമ്മളിങ്ങനെ അതും വെച്ചിരിക്കുമ്പോഴേക്കും ഈ ഔട്ട് ഓഫ് ദ ബ്ലൂ ഓർ ഫ്രം നോ വെയർ പുള്ളി ഇങ്ങനെ ഈ ബുക്കും പിടിച്ച് ഓഫീസിലോട്ടൊക്കെ പോകണില്ല. അവിടെ നിന്ന് പുള്ളിയാണ് മാസ്ക് ഒക്കെ ഇട്ടിട്ട് പുള്ളി അല്ലേ ഡൗട്ട്. കാരണം ഞാൻ സോ ഹെൽപ്ഫുൾ. അത് ഇങ്ങനെ എടുക്കും. പക്ഷെ ഇപ്പൊ ഈ മീറ്റിംഗിൽ എല്ലാവരും വന്ന് പറഞ്ഞപ്പോഴാണ് പുള്ളി ഭയങ്കര സൈലന്റ് ആണ്. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു, ഞാൻ 2 years ആകുന്നേ ഉള്ളൂ ഇവിടെ വന്നിട്ട്. എനിക്ക് തോന്നുന്നു ഒത്തിരി ഇപ്പോൾ നമ്മുടെ സമയത്ത് ഒരുപാട് സ്ഥലങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്കൊരു എന്താ പറയുക വർക്ക് ചെയ്യാൻ പറ്റുന്നത് വളരെ ഭാഗ്യമാണ്. ഇതുപോലൊരു ഓഫീസ് അറ്റ്മോസ്ഫിയർ. നേരത്തെ സിസ്റ്റർ സൂചിപ്പിച്ച പോലെ നമ്മൾ ഓഫീസ് വന്നാലും നമുക്ക് പകുതി ടെൻഷൻ കുറയും. ഒത്തിരി പേപ്പേഴ്സ് സെൻഡ് ചെയ്യാനായാലും അതിൽ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നിർമ്മിച്ചേക്ക് ഒരുപാട് താങ്ക്സ്. ഒരേ കാര്യം റിപ്പീറ്റഡായിട്ട് പറയുന്നത് വിരസത പലപ്പോഴും തോന്നാണ്. പക്ഷേ എല്ലാവർക്കും ആ ആളുകളെക്കുറിച്ച് ഒരേ കാര്യങ്ങളാണ് പറയാനുണ്ടെങ്കിൽ അത് ജെനുവിനായിരിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം. ചുമ്മാ പറയുന്നതായിരിക്കില്ല. ഈ ഇരിക്കുന്ന റിട്ടയർ ആകുന്ന 3 പേരെക്കുറിച്ചും ഈ പറഞ്ഞ എല്ലാവരും വളരെ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു. എനിക്ക് ഈ 3 പേരോടും നേരിട്ട് പേഴ്സണലായിട്ട് അറിയാം. നിർമ്മല നടത്തുന്ന കാര്യം നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും വളരെ പ്രോംപ്റ്റായി ടൈംലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാ കാര്യങ്ങൾക്കും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് മറുപടികളുണ്ട്. കൃത്യമായിട്ട് ടൈം ബൗണ്ടായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. കടൽ മത്സ്യസദ്യയൊരുക്കി ആലപ്പാട് ഗ്രാമപഞ്ചായത്ത്. MPയും MLAയും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ പങ്കാളികളായി. കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞ പശ്ചാത്തലത്തിലാണ് മത്സ്യസദ്യ ഒരുക്കിയത്. സ്വകാര്യ ബാങ്ക് ജപ്തി ചെയ്ത വീടിന്റെ പൂട്ട് തകർത്ത് ഉടമയ്ക്ക് വസ്ത്രങ്ങളും സർട്ടിഫിക്കറ്റുകളും എടുത്തു നൽകി MLA. CR മഹേഷ് MLA ആണ് ചെറിയഴീക്കൽ സ്വദേശി അനിമോനും കുടുംബത്തിനും തുണയായത്. ചോളമണ്ഡലം ഫിനാൻസിയേഴ്സ് ആണ് വീട് ജപ്തി ചെയ്തത്. ഓച്ചിറയിൽ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. MLAയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. വെൽനസ് സെന്ററും ഉദ്ഘാടനം ചെയ്തു.
പാറ്റോലിത്തോട് ശുചീകരണം. തൊടിയൂരിൽ മഴക്കാലത്ത് തോട് കവിഞ്ഞുള്ള വെള്ളപ്പൊക്കത്തിന് പരിഹാരമാകുമെന്ന് പ്രതീക്ഷ. ചെളിയും പായലും മണ്ണും നിറഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ട തോടാണ് വൃത്തിയാക്കിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.